നമസ്കാരം. CPM നേതാവ് CK കുഞ്ഞനന്തന്റെ മരണം ഇപ്പോൾ വീണ്ടും വിവാദമാവുകയാണ്. അദ്ദേഹത്തിന് CPM തന്നെ കൊന്നുകളഞ്ഞതാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ അത് വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇങ്ങനെയാണ്, പലരെയും കൊല്ലാൻ പറഞ്ഞു വിടും. കൊല്ലാൻ പറഞ്ഞു വിട്ടാൽ അവർ പോയി കൊന്നിട്ട് തിരിച്ചു വരും. കൊന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവരിൽ പലരിൽ കൂടി രഹസ്യം പുറത്താകുമോ എന്ന് CPM ഭയപ്പെടും. അപ്പോൾ അവരെയും കൊന്നുകളയും. ഇതാണ് CPM-ന്റെ രീതി. അതങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞനന്തനെയും കൊന്നത്. കുഞ്ഞനന്തൻ ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരിച്ചത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതും പരിശോധിക്കേണ്ടതാണ് എന്നാണ് KM ഷാജി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്, വെടിപൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടുതൽ പറയുന്നു. CPM നടത്തിയ കൊലപാതകങ്ങളെല്ലാം പ്രതികളെല്ലാം ഒന്നുകിൽ കൊല്ലപ്പെടുകയോ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഷുക്കൂർ വധത്തിലെ പ്രധാന പ്രതി ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നു, ഫൈസൽ വധത്തിലെ 3 പ്രതികളും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? CPM ആണ് പ്രതികൾ. ആ CPM പ്രതികൾ എങ്ങനെ കൊല്ലപ്പെട്ടു അതും അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ ഷുക്കൂർ വധത്തിലെ പ്രധാന പ്രതി ആത്മഹത്യ നിലയിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ പല പ്രതികളും പിന്നീട് CPM-ന്റെ തന്നെ കൊല്ലാൻ വിട്ടവർ പിന്നീട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സംശയമായ രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയോ ചെയ്യുന്നത് CPM കൊല്ലുന്നതാണ് എന്നാണ്. ആ കൂട്ടത്തിലാണ് കുഞ്ഞനന്തനെ KM ഷാജി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ KM ഷാജിയുടെ ഈ അഭിപ്രായത്തിനെതിരായിട്ട് മകൾ രംഗത്ത് വന്നിട്ടുണ്ട്. കുഞ്ഞനന്തന്റെ മകൾ രംഗത്ത് വന്നിട്ടുണ്ട്. PK ഷബ്നയാണ് രംഗത്ത് വന്നത്. KM ഷാജി പറയുന്നതിൽ ഘടകവിരുദ്ധമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. KM ഷാജി തെറ്റിദ്ധാരണ പരത്താനാണ്, തെറ്റാണ് വിളിച്ചു പറയുന്നത്, മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. കാരണം അച്ഛൻ മരിച്ചത് വയറിലെ അൾസർ ബാധിച്ചാണ്. ആ അൾസർ ബാധിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ജയിലിൽ കിടന്ന അച്ഛന് UDF-കാർ കൊന്നതാണ്. UDF-കാർ കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാത്തത് കൊണ്ടാണ് അച്ഛൻ മരിച്ചത്, അല്ലാതെ CPM-കാർ കൊന്നതല്ല ഷബ്ന പറയുന്നു. മാത്രമല്ല ഷബ്ന ഒന്നുകൂടി പറയുന്നുണ്ട്, പാർട്ടിയുമായിട്ട് തീരുമാനിച്ചിട്ട് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഷബ്ന പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഷാജിയുടെ ഈ അഭിപ്രായം രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയാകും. ഇനി അത് നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. CPM ഇനി ഇതിനെതിരെ ഷബ്നയെ കൊണ്ട്, മകളെ കൊണ്ട് തന്നെ ഒരു മാനനഷ്ട കേസ് ഷാജിക്കെതിരെ കൊടുക്കുമോ എന്ന് നമുക്ക് കാണേണ്ടി വരും. മിക്കവാറും അത് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് യുദ്ധം മുറുകുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. TP ചന്ദ്രശേഖരൻ വധം CPM-ന് വീണ്ടും പ്രതിരോധിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നു.